അഡ്വക്കേറ്റ് BA ആളൂർ എന്ന് പറയുമ്പോൾ മലയാളികൾ ഓർക്കുന്നത് ഒരു നരാധമനെയാണ്. സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഐ എം നോട്ട് എ ക്രിമിനൽ, ഐ എം ജസ്റ്റ് ഓൺലി എ ക്രിമിനൽ ലോയർ എന്നുള്ളത്. ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു ഇമോഷണൽ ഗ്രഡ്ജ് കേരളം പ്ലേസ് ചെയ്തിരുന്ന ഒരു സമയത്ത് അയാളെ രക്ഷിക്കാൻ ഒരാൾ വരുന്നു എന്നുള്ളൊരു നറേറ്റീവിൽ തുടങ്ങി. അതിനുശേഷം പല പ്രമാദമായ കേസുകളും അതിൽ ഈ പറഞ്ഞ കുറ്റവാളിയെ രക്ഷിക്കാൻ സ്വന്തം ജോലി ചെയ്തതിന് ഇത്രയധികം പഴി കേൾക്കേണ്ട വന്നിട്ടുള്ള മറ്റൊരാൾ ലോകത്ത് തന്നെ വേറെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പ്രതിയെ രക്ഷിക്കുക എന്നുള്ളതല്ല, പ്രതിക്ക് വേണ്ടി ഹാജരാവുക എന്നുള്ളതാണ്. അത് ഒരു വക്കീലിൻ്റെ പ്രൊഫഷണൽ കമ്മിറ്റ്മെൻ്റ് ആണ്. എനിക്കൊന്ന് മലയാളികൾ മുഴുവനും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, എന്തിന് ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലം വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പോസിറ്റീവ് തിങ്കിങ് ഉള്ള ഒരാളായിരുന്നു സാറ്. എന്ത് സംഭവിച്ചാലും ഒരു നെഗറ്റീവ് തോട്ട് മൂപ്പരുടെ തലയിൽ വരില്ല. അഡ്വക്കേറ്റ് BA ആളൂർ എന്ന് പറയുമ്പോൾ മലയാളികൾ ഓർക്കുന്നത് ഒരു നരാധമനെയാണ്, ഒരു ഭീകരനായ, ഒരു ക്രൂരനായ മനുഷ്യനെയാണ്. പക്ഷേ ആളൂരിനും പറയാൻ എന്തൊക്കെയോ ഉണ്ട്, അദ്ദേഹത്തിന് പറയാൻ കുറേ കഥകളുണ്ടാകും. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത അഡ്വക്കേറ്റ് ഹസീബാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. എനിക്ക് താങ്കളെ ഓർമ്മ വരുന്നത്, ആളൂർ മരിക്കുമ്പോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി സാറിനൊപ്പം പോയി, സാർ എന്നെ വളർത്തി, എൻ്റെ ഗുരുനാഥൻ അന്ത്യാഞ്ജലികൾ എന്നൊക്കെ എഴുതി അവസാനിപ്പിച്ച അഡ്വക്കേറ്റ് ഹസീബിനെയാണ്. ശരിക്കും ആളൂർ ഒരു ക്രൂരനല്ല എന്നാണോ താങ്കൾ ഇംപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഒരിക്കലുമല്ല. സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഐ എം നോട്ട് എ ക്രിമിനൽ, ഐ എം ജസ്റ്റ് ഓൺലി എ ക്രിമിനൽ ലോയർ എന്നുള്ളത്. ഈ സാറ് മരിച്ച സമയത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന കുറേ പോസ്റ്റുകളുണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, സ്വന്തം ജോലി ചെയ്തതിന് ഇത്രയധികം പഴി കേൾക്കേണ്ട വന്നിട്ടുള്ള മറ്റൊരാൾ ലോകത്ത് തന്നെ വേറെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ സൗമ്യ കേസ്, അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പേര് മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതായത് അത്രയും ക്രൂരമായൊരു കുറ്റകൃത്യം നടക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറ്റവാളി എന്ന് പറയുന്ന ഒറ്റക്കയ്യനായ ഒരു വ്യക്തി, ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു ഇമോഷണൽ ഗ്രഡ്ജ് കേരളം പ്ലേസ് ചെയ്തിരുന്ന ഒരു സമയത്ത് അയാളെ രക്ഷിക്കാൻ ഒരാൾ വരുന്നു എന്നുള്ളൊരു നറേറ്റീവിൽ തുടങ്ങി. അതിനുശേഷം പല പ്രമാദമായ കേസുകളും അതിൽ ഈ പറഞ്ഞ കുറ്റവാളിയെ രക്ഷിക്കാൻ അദ്ദേഹം ചെയ്യുന്നത് ജോലിയാണെങ്കിൽ പോലും ഇപ്പുറത്ത് നിൽക്കുന്ന പ്രതിയെ രക്ഷിക്കുക എന്നൊരു സൈഡ് കൂടി അതിനുണ്ടല്ലോ. ഒരു ഇമോഷണൽ സൈഡാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ ഇങ്ങനെയാക്കിയത്. പ്രതിയെ രക്ഷിക്കുക എന്നുള്ളതല്ല, പ്രതിക്ക് വേണ്ടി ഹാജരാവുക എന്നുള്ളതാണ്. അത് ഒരു വക്കീലിൻ്റെ പ്രൊഫഷണൽ കമ്മിറ്റ്മെൻ്റ് ആണ്. തന്നെ സമീപിക്കുന്ന കക്ഷി ആരാണോ അയാൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുക എന്നുള്ളത് ഒരു വക്കീലിൻ്റെ ധർമ്മമാണ്. ഓക്കെ, അപ്പോൾ അയാളെ രക്ഷിക്കുക എന്നൊരു അർത്ഥം അതിനില്ല എന്നാണ്? അത് വ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. ഓക്കെ, ഇപ്പോ ഹസീബ് പറഞ്ഞല്ലോ, ഇപ്പോ എന്താണ് ഒരു ചെയ്ത ജോലിക്ക് വേണ്ടിയിട്ട് ഇത്രയധികം ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് ആ മരിച്ച സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വാചകം എന്ന് പറയുന്നത് മരണം ആരെയും വിശുദ്ധനാക്കില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കുറ്റവാളികൾക്ക് വേണ്ടി അപ്പിയർ ചെയ്യുക, അതും ഗോവിന്ദച്ചാമിയെ പോലുള്ള വ്യക്തികൾക്ക് വേണ്ടി, ജോളിയെ പോലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ കാരണം? അത് സാറിൻ്റെ തന്നെ പഴയ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ സമീപിക്കുന്ന കക്ഷി ആരാണോ, എന്നെ ആദ്യം സമീപിക്കുന്ന കക്ഷി ആരാണോ ഞാൻ അവർക്ക് വേണ്ടി ഹാജരാകും എന്നുള്ളതാണ്. അതിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അദ്ദേഹം ഒരു പൂക്കി മനുഷ്യനായിരുന്നു. ഈ കാണുന്ന വലിയ ഒരു അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു പാവം മനുഷ്യനായിരുന്നോ ആളൂർ? ജെന്യുവൻലി ക്യൂരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, അദ്ദേഹത്തെ അറിയണം എന്നുള്ളത് കൊണ്ട്. ഉറപ്പായിട്ടും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 2022 ഞാൻ 2022 എൻ്റെ നിയമപഠനവുമായി ബന്ധപ്പെട്ട ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും. നമുക്ക് ഒരു അഡ്വക്കേറ്റ് ഓഫീസിലോ മറ്റ് വിവിധ സ്ഥലങ്ങളിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ആളൂർ സാറുടെ ഓഫീസിനെ സമീപിക്കുന്നത്. അന്ന് സാർ അവിടെ ഇല്ല. ഞാൻ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തു, അടുത്ത ദിവസം എത്താൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ചാർജുള്ള മാഡം, വക്കീൽ, എന്നെ മുകളിലൊരു കോൺഫറൻസ് ഹാളുണ്ട്, അവിടെ ഇരുന്നു, കുറച്ച് കഴിയുമ്പോൾ കോടതി പോവാം, വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് കുറച്ച് കേസ് ഫയൽസൊക്കെ എടുത്തു തന്നു. ആ ഓഫീസ് കുറച്ച് എല്ലാവരും ഓടി നടക്കുന്നു, ശബ്ദം ഒക്കെയാണ്. പെട്ടെന്ന് ഓഫീസ് സൈലൻ്റ് ആവാണ്. ഓഫീസ് സൈലൻ്റ് ആയിട്ട് പറയുന്നത്, സാറ് ഇപ്പോൾ എത്തും, സാറ് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ്
ഇവിടുന്ന് പിക്ക് ചെയ്യാൻ ഡ്രൈവർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ റൂമിൽ തന്നെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിരിക്കുന്ന കോൺഫറൻസ് ഹാളിൽ തൊട്ടടുത്ത റൂമിൽ ആളെത്തിയിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ നമ്മൾ കോൺഫറൻസ് ഹാളിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് സംസാരിച്ചാൽ എന്ത് പറയും ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കാണ് കോൺഫറൻസ് ഹാളിൽ ഇരിക്കുന്നത്. പെട്ടെന്നൊരു ഒരു കൈ വന്ന വാതിൽ തുറക്കുക. ഞാൻ നോക്കുമ്പോൾ കയ്യിൽ നിറയെ മോതിരം, വാച്ച് ഒക്കെ ആയിട്ട് ഒരു കൈ വന്ന് ആ ഡോറ് തുറക്കുക. അപ്പം ഞാൻ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള, പത്രത്തിൽ മാത്രം വായിച്ചിട്ടുള്ള സാക്ഷാൽ ആളൂർ എൻ്റെ മുന്നിൽ നിൽക്കുക, കോടതി പോകുന്ന വേഷത്തിൽ. എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നമുക്ക് കോടതി പോകാമെന്ന് പറയാണ്. ഞാൻ ഓക്കെ റെഡി എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ധൃതിയിൽ ആ ഫയലെല്ലാം അവിടെ വെച്ച് കൂടെ ചെല്ലാണ്. താഴെ ഇറങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കോടതിയിലേക്ക് പോകാം, എൻ്റെ വണ്ടിയിൽ കയറിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം സാറിൻ്റെ കാറിൻ്റെ മുൻ സീറ്റിൽ കയറിയിരുന്നു. കോടതിയിൽ പോയി വാദമെല്ലാം കഴിഞ്ഞു. തിരിച്ച് ഓഫീസിലേക്ക് വരികയാണ്. തിരിച്ച് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ മുകളിലിരുന്നോളൂ, എനിക്കിനി കക്ഷികളെ കാണാനുണ്ടെല്ലാം പറയാം. തിരിച്ച് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പിൻ്റെ ചാർജുള്ള വക്കീലിനെ പറഞ്ഞു സാറിനെ ഒന്ന് കാണാൻ സംസാരിക്കാൻ എപ്പോഴാണ് സൗകര്യപ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞൊരു ക്ലയൻറ്റ് കൺസൾട്ടിങ് ഉണ്ട്, അപ്പോൾ നിങ്ങളും കൂടെ ഇരിക്കാൻ ഞാൻ സാറിനോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ ക്ലയൻറ്റ് കൺസൾട്ടിങ്ങിന് സാറിൻ്റെ ഒരു ചേംബറിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും 2 ചെയറുണ്ടാവും ജൂനിയേഴ്സിന് ഇരിക്കാൻ വേണ്ടി. അവർ നോട്ട് ചെയ്യും സാർ എന്താ പറയുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ക്ലയൻറ്റ് കൺസൾട്ടിങ്ങിന് വന്നിരുന്നു. അപ്പോൾ തൊട്ട് 2-3 ദിവസം മുന്നേ നടന്ന വലിയൊരു ഇഷ്യൂ ആയിരുന്നു. കിറ്റെക്സ് ആയി ബന്ധപ്പെട്ട് പോലീസുകാരെ ആക്രമിക്കുകയും ഒരു വലിയ ഇഷ്യൂ ആയിരുന്നത്. ആ ഇഷ്യൂ ആയി ബന്ധപ്പെട്ട ചില അന്യസംസ്ഥാന തൊഴിലാളികളാണ് സാറിനെ കാണാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി ഹാജരാവണം, ഞങ്ങൾ കുറച്ചധികം ആളുകളുണ്ട്. അപ്പോൾ എനിക്കധികം മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം അവർ മറാഠിയും ഹിന്ദിയും ഒക്കെ കലർന്ന ഒരു ഭാഷയാണ്. സാറ് അത്തരം ഭാഷകളിലൊക്കെ നന്നായി സംസാരിക്കുന്നതുകൊണ്ട് അതിൽ ഇംഗ്ലീഷ് ഒന്നും വരുന്നില്ല, പൂർണ്ണമായിട്ടും അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കുന്നു. അവർ സംസാരിച്ച് അവർ പുറത്തോട്ട് ഇറങ്ങി. ഞാൻ സാറുടെ അടുത്ത് ചോദിച്ചു, ഈ ഇത്തരം സൊസൈറ്റി വലിയ കുറ്റകൃത്യങ്ങളെന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രതികളെ വിചാരണ നടന്ന് കുറ്റക്കാരാണെന്ന് കോടതി വിധിക്കുന്നതിന് മുന്നേ തന്നെ ആളുകളുടെ ഒരു നിഗമനം ഉണ്ടാവും, ഇവർ കുറ്റം ചെയ്ത ആളാണ്. അത്തരത്തിലുള്ള കേസുകളിലൊക്കെ ഹാജരാകുമ്പോൾ സാറിൻ്റെ ഒരു മനോഭാവം എന്താണെന്ന് വെച്ചു. ഇങ്ങനെ സൊസൈറ്റി മൊത്തം എന്നെപ്പറ്റി അല്ലെങ്കിൽ നമ്മളെപ്പറ്റി ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ വേറൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവില്ലേ, ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഈ സൊസൈറ്റി മൊത്തം എനിക്കെതിരല്ലേ, എനിക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലാത്ത പോവോ, അങ്ങനെയൊക്കെ ഒരു തോട്ട് വരില്ലേ എന്ന് വെച്ചു. ഒരിക്കലുമില്ല. ഞാൻ ഈ അടുത്ത കാലം വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പോസിറ്റീവ് തിങ്കിങ് ഉള്ള ഒരാളായിരുന്നു സാറ്. എന്ത് സംഭവിച്ചാലും ഒരു നെഗറ്റീവ് തോട്ട് മൂപ്പരുടെ തലയിൽ വരില്ല. എനിക്കൊന്ന് മലയാളികൾ മുഴുവനും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, എന്തിന് ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു സാധാരണഗതിയിൽ ഞാനോ അല്ലെങ്കിൽ എന്നെ പോലെ ചിന്തിക്കുന്ന 1-2 പേരൊക്കെ ആണെങ്കിൽ ഒരു 100 പേർ കുറ്റപ്പെടുത്തുമ്പോൾ ശരി എൻ്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട്, ഐ ഷുഡ് റിവൈസ് ഇറ്റ് എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാത്ത നിയമമല്ലേ അവരെ കുറ്റക്കാരാണെന്ന് പറയേണ്ടത്, സ്ഥാപിച്ചെടുക്കേണ്ടത്. അതല്ലാതെ സൊസൈറ്റി അല്ലെങ്കിൽ മീഡിയ പറയുന്നതനുസരിച്ച് ആയിരിക്കരുത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്താണോ നിയമം പറയുന്നത് അതനുസരിച്ച് നമ്മൾ, ഇപ്പോൾ മീഡിയക്കാണെങ്കിലും അതല്ലാതെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്കും മറ്റുദ്ദേശങ്ങൾ കാണും, അവരുടെ ബിസിനസ് കാണും. നമ്മൾ അതിന് വഴിപിടിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഇപ്പോൾ ആളൂരിനെ ഓഫീസിലുള്ളതുപോലെ എല്ലാവർക്കും പേടിയായിരുന്നു. ഒരു ഓഫീസ് അവേഴ്സിൽ സാറിന് 2 രീതിയേ ഉള്ളൂ. ഒന്നിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുക, അതല്ലെങ്കിൽ നന്നായി ദേഷ്യപ്പെട്ട് സംസാരിക്കുക. താഴേക്കില്ല. എപ്പോഴും ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഗൗരവത്തിലായിരിക്കും കേസും. കാരണം ഒരു ദിവസം തന്നെ അത്ര അധികം കക്ഷികളാണ് ആ ഓഫീസിൽ വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി മാനേജ് ചെയ്യുക എന്നുള്ളൊരു ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യപ്പെട്ടായിരിക്കും സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് പുള്ളി ശീലിച്ച് പോകുക. എന്നാൽ ഇപ്പോൾ നമ്മളോടൊരു കാര്യത്തിൽ ദേഷ്യപ്പെട്ട് തൊട്ടടുത്ത ദിവസം അത് വെച്ച് എല്ലാവർക്കും സംസാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു മണിക്കൂറോ ആ ഒരു ദിവസം കഴിഞ്ഞാൽ അത് മറക്കും. അങ്ങനെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ പുറമേ ഉള്ള പോലീസുകാർക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളൂർ എന്ന പേര് കേൾക്കുമ്പോൾ അയ്യോ
എന്ന് പേടി തോന്നുന്ന ഒരു മുഖമായിരുന്നില്ലേ അദ്ദേഹം? ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ, ആളൂർ എനിക്ക് മുന്നിലൂടെ ഒന്ന് പാസ് ചെയ്തിരുന്നുവെങ്കിൽ, ഒന്ന് കാണുമ്പോൾ അയ്യോ ഒരു പേടി എന്നിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തങ്ങ് പോയനെ, ആ ഒരു തോട്ടിലാണ് ചോദിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഉള്ള ഒരാളല്ല മുഴുവൻ സമയത്തും. അയാൾക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവും, ഒരു ഓഫീസ് ടൈം ഉണ്ടാവും. അതുപോലെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എല്ലാ സ്വഭാവ രീതികളുള്ള ഒരു സ്പേസുള്ള ആൾ തന്നെയാണ് ആളൂർ സാർ. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് വെച്ച് പറയാമോ എന്ന് ചോദിച്ചാൽ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കഥ പറയാം. ഒരു ദിവസം രാവിലെ നമ്മൾ പറഞ്ഞ പോലെ സാറ് ഞാൻ ഹൈക്കോടതിയിൽ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് അവിടെ ഫസ്റ്റ് ഗേറ്റിൽ നിന്ന് സെക്യൂരിറ്റി കൈ കാണിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി. പെട്ടെന്ന് എൻ്റെ കാറിൻ്റെ പിന്നിൽ ഭയങ്കര ഹോണടിയൊക്കെ. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് ജില്ലാ കോടതിയിൽ പോയി. തിരിച്ച് വരുന്ന സമയത്ത് ഹൈക്കോടതി ജംഗ്ഷനിൽ വെച്ച് പെട്ടെന്ന് ഞാൻ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കൂട്ടം പോലീസുകാരും എൻ്റെ കാറ് വട്ടം വളയാ. ചേസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് രണ്ട് സൈഡിൽ നിന്നും കാറ് കയറി വരുന്നതൊക്കെ കാണാം. പെട്ടെന്ന് ഞാൻ ക്ലാസ് എത്തി. ഞാൻ ചോദിച്ചപ്പോൾ എന്താ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വണ്ടി കസ്റ്റഡിയിലെടുക്കണം, രാവിലെ ഹൈക്കോടതി ഒഫീഷ്യൽസിന് ആരോ കാറിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റേഷനിലേക്ക് പോകണം. ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ കയറിക്കോ. നമ്മൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസുകാർ എന്നോട് പറഞ്ഞു, ഈ കാറ് രാവിലെ ഹൈക്കോടതി വന്ന ഒഫീഷ്യൽസിന് ആർക്കോ ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് പാർക്കിങ്ങിൽ, അപ്പോൾ അവിടുന്ന് ഒരു കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് ആണ്, അപ്പോൾ അതിനൊരു ഫൈൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് സാർ എന്നെ വിളിക്കുകയാണ്, നിങ്ങൾ എവിടെ എത്തിയെന്ന് വെച്ചിട്ട്. ഞാൻ പറഞ്ഞു രാവിലെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ പുറത്ത് എന്നെയും വണ്ടിയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അപ്പോൾ ഫൈൻ അടയ്ക്കണം എന്നാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ഫൈനൊന്നും അടയ്ക്കണ്ട, നിങ്ങൾ കേസ് കണ്ടസ്റ്റ് ചെയ്തോ, നമുക്ക് കേസ് എടുത്താന്ന് പറയാണ്. ഞാൻ ആലോചിക്കുന്നത് ഞാനാണ് കാർ ഓടിച്ചത്, കേസ് എൻ്റെ പേരിലാണ്, അതും ട്രാഫിക് വയലേഷൻ്റെ കേസാണ്. അതിനിപ്പോൾ കണ്ടസ്റ്റ് ചെയ്ത് എന്തിനാണ് വലിയൊരു കേസാക്കുന്നതെന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് ഓഫീസിൽ വേറൊരു സീനിയർ ഉണ്ട്, പ്രശാന്ത് സാറിനെ വിളിച്ച് സാറ് പെട്ടെന്ന് കോടതിയിൽ സ്റ്റേഷനിലേക്ക് വന്നു, ഫൈൻ പേയ്മെൻറ്റ് നടത്താൻ നിൽക്കുക. അപ്പോൾ നിൽക്കുന്ന സമയത്ത് അതിന് മുന്നേ ഞാൻ പോലീസുകാരനോട് പറഞ്ഞു, സാർ അത് ഫൈൻ അടയ്ക്കാൻ തയ്യാറല്ല, കണ്ടസ്റ്റ് ചെയ്തോളാനാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആരുടെ വണ്ടിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ സീനിയറുടെ വണ്ടി. സീനിയറുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ബി ആളൂർ. അപ്പോൾ അയാൾ എൻ്റെ ദൈവമേ എന്നുള്ളൊരു മാനസികാവസ്ഥയാണ്. പുള്ളി പറഞ്ഞു വക്കീൽ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് ഫൈൻ അടക്കി, ഇനി ഇത് കണ്ടസ്റ്റ് ചെയ്ത് പോണോ എന്ന് ചോദിച്ചു. ചെറിയൊരു ഫൈനല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആൾ വന്നു, ഫൈൻ അടച്ചു. ഫൈൻ അടയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ പോലീസുകാരുടെ അവരുടെ ഒരു മെഷീൻ ഉണ്ടല്ലോ, അതിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ട് ഈ ഫൈൻ അടയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇൻഷുറൻസ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട്, ഇൻഷുറൻസ് അടയ്ക്കണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കാറായിട്ട് ഓഫീസിൽ പോന്നു. ഓഫീസിൽ ചെന്നപ്പോൾ സാറ് കലി തുള്ളി നിൽക്കുക. നിങ്ങൾ ആരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് എൻ്റെ കാറിന് ഫൈൻ അടച്ചത്? നിങ്ങളോട് ഞാൻ കേസ് കണ്ടസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. ബഹളം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ ആൾക്ക് സംസാരിക്കാൻ അറിയുള്ളൂ. ഒന്നുകിൽ ദേഷ്യപ്പെട്ട്, അതല്ലെങ്കിൽ നന്നായി ദേഷ്യപ്പെട്ട്. ഇത് ആ നന്നായി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പീക്കിലാണ്. അപ്പോൾ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറല്ല. ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഇൻഷുറൻസ് തീർന്നിരിക്കുകയാണ്, അപ്പോൾ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്നോട് അത്രയും നേരം ദേഷ്യപ്പെട്ട ആൾ ഭയങ്കര ബേസ് വോയിസിൽ വന്നിട്ട് ഒരു പണി ചെയ്യ്, കാർ ഷെഡിൽ കയറ്റിയിട്ട്. എന്നിട്ട് പിന്നെ പൂനെയിലെ ഓഫീസിൽ വിളിച്ച് അവരുമായിട്ട് ദേഷ്യപ്പെട്ടില്ല. കാരണം വണ്ടി അവിടെ നിന്ന് വന്നിട്ട് ഒരു 2-3 മാസമായിട്ടുള്ളൂ, അവരത് പ്രോപ്പർലി ഫോളോ അപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവരായിട്ട് ദേഷ്യം വയ്ക്കുക. അതെ, അപ്പൊ ഈ ദേഷ്യപ്പെടുക എന്ന് പറയുമ്പോൾ ആൾക്കാരെ കൈവയ്ക്കുക എന്നുള്ളൊരു നിലയിലേക്ക് ഇല്ല അങ്ങനെ ജൂനിയേഴ്സിനെയോ ആരുമായിട്ടും ആ ആളുടെ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ശബ്ദത്തിൽ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളൂ. ഓക്കെ, അല്ലാതെ വേറെ രീതിയിലുള്ള ഉപദ്രവങ്ങളൊന്നുമില്ല.